വണ്ടിപ്പെരിയാറിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം വ്യാപകമാകുന്നു. വള്ളക്കടവിൽ നിരവധി ആളുകളുടെ കൃഷിയിടമാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വണ്ടിപ്പെരിയാർ വള്ളക്കടവിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം നാശം വിതച്ചത്. ആഞ്ഞിലിത്തോപ്പിൽ തോമസ്, ജെമിനി ഭവനിൽ ത്രേസ്യാമ്മ, മണ്ണുശ്ശേരിയിൽ ഷാജി, വേലമ്പറമ്പിൽ രാമചന്ദ്രൻ എന്നിവരുടെ കൃഷിയിടങ്ങൾ കാട്ടാനക്കൂട്ടം പൂർണ്ണമായും തകർത്തു. പെരിയാർ നദിക്ക് കുറുകെയായി പെരിയാർ വന്യജീവി സങ്കേതത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ഏലം, കാപ്പി, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷികൾ ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായത്. ഇവിടെ വളരെയധികം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ആൾക്കാരുടെ ജീവന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഫോറസ്റ്റ് അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആനകൾ കാരണം ഞങ്ങൾക്ക് ഭയപ്പാട് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകാതെ അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കുമാറാകണമെന്ന് അപേക്ഷിച്ചു. പുലർച്ചെ വരെ കൃഷിയിടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തെ തിരികെ അയക്കാൻ നാട്ടുകാർ ഏറെ പണിപ്പെട്ടു. 13ഓളം ആനകളാണ് ജനവാസ മേഖലകളിൽ ഇറങ്ങിയത്. ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് തുടർന്നിട്ടും ഇത് നിയന്ത്രിക്കാനാവശ്യമായ നടപടികൾ വനംവകുപ്പ് കൈക്കൊള്ളുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. വൈദ്യുത വേലി ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനോട് തികഞ്ഞ നിസ്സംഗതയാണ് അധികൃതർ കൈക്കൊള്ളുന്നതെന്നും ആക്ഷേപമുണ്ട്. വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിലിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.